മൂന്നാറിലെ തണുപ്പിൽ അവന്റെ കൈകൾ അവളുടെ മാറിലെ മുന്തിരികുലകളെ ഞെരിച്ച് ആവേശപൂർവ്വം ശരീരത്തിൽ മുഴുവൻ അനുഭൂതി നിറച്ച് ഒഴുകുകയാണ്. ഞൊടിയിടയിൽ അവളുടെ അധരങ്ങളെ സ്വന്തമാക്കി അത് നുകരാൻ തുടങ്ങിയിരുന്നു അവൻ. അവളും ആ ഒരു അനുഭൂതിയിൽ സ്വയം മറന്നു. അവളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങാൻ തുടങ്ങിയ നിമിഷം അവളും അവനെ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. തന്നിലെ സ്ത്രീയെ നിമിഷനേരം കൊണ്ട് രതിയുടെ പൂർണ്ണതയിൽ എത്തിച്ചവൻ. അവനെ തന്നെ നോക്കിക്കിടന്നു സഹസ്ര. കൂടിപ്പോയാൽ 20 വയസ്സ് കാണും അവനും അവൾക്കും പ്രായം. ഇപ്പോൾ മൂന്നാറിലാണ് രണ്ടുപേരും. വീട്ടിൽ നിന്നും പ്രോജക്റ്റ് ആണെന്നും പറഞ്ഞ് ചാടിയതാണ് രണ്ടുപേരും. ഇപ്പോൾ മൂന്നാറിലെ ഒരു ഹോട്ടലിൽ നൂൽബന്ധമില്ലാതെ അവനൊപ്പം തന്നെ അവന് സമർപ്പിച്ചു കിടക്കുന്നു. ജീവിതത്തിൽ ഇനിയൊന്നും നേടാനില്ലാത്തതുപോലെ അവൾക്ക് തോന്നി. പ്രിയപ്പെട്ടവൻ എല്ലാം സമർപ്പിച്ചല്ലോ, ഇനി ഈ ലോകം തന്നെ പിടിച്ചടക്കിയ സന്തോഷമാണ്. ആ ദിവസം തന്നെ 4ൽ കൂടുതൽ തവണ ഇരുവരും ബന്ധത്തിൽ ഏർപ്പെട്ടു. അവനും അടുപ്പ് തോന്നിയില്ലെങ്കിലും അവൾ ക്ഷീണിച്ചു കഴിഞ്ഞിരുന്നു. ഉച്ചയോടെ രണ്ടുപേരും റൂമിൽ നിന്നും പുറത്തേക്കെത്തി. ഭക്ഷണം കൂടി കഴിച്ചതിനു ശേഷം അവളെ വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറക്കിവിട്ട് ഒന്ന് നോക്കുക പോലും ചെയ്യാതെയാണ് അവൻ പോയത്. ഇത്രയും നാളും യാത്ര പറഞ്ഞു പിരിയുമ്പോൾ തന്നോട് പ്രണയത്തോടെ വിട ചൊല്ലിയവന് എന്ന് സംഭവിച്ചു എന്ന് അവളും ഒന്ന് ശങ്കിച്ചു. 2 മാസമായിരിക്കുന്നു അവനെ പരിചയപ്പെട്ടിട്ട്. ഫേസ്ബുക്കിൽ കൂടിയുള്ള പരിചയമാണ് അത്. പിന്നീട് പ്രണയമായി മാറുകയായിരുന്നു. ആദ്യമായി അവനെ കണ്ടത് മുതലുള്ള നിമിഷങ്ങൾ ഓർമ്മിച്ചുകൊണ്ടാണ് അവൾ വീട്ടിലേക്ക് നടന്നത്. തന്റെ ഒരു ഫോട്ടോ ലൈക്ക് ചെയ്ത മ്യൂച്വൽ ഫ്രണ്ട്സിന്റെ സജഷനിലാണ് അവരുടെ ഫ്രണ്ട് റിക്വസ്റ്റ് ആദ്യം വരുന്നത്. ആദ്യമൊക്കെ അവൻ ഹായ് അയക്കുമ്പോൾ അതിന് മറുപടി പോലും കൊടുക്കുമായിരുന്നില്ല. പിന്നീട് ഒരിക്കൽ തന്റെ ഒരു പ്രൊഫൈൽ ഫോട്ടോ കണ്ട് താൻ സുന്ദരിയാണെന്ന് അവൻ അതിന് കമന്റ് ചെയ്തു. അപ്പോൾ മുതലാണ് അവനോട് സംസാരിച്ചു തുടങ്ങിയത്. തന്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ടായിരുന്നു